ലൂക്കാ സുവിശേഷം 9-ാം അധ്യായം 59-ാം വാക്യം. യേശു ഒരുവനോട് പറയുകയാണ്, എന്നെ അനുഗമിക്കുക. അവൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ആദ്യം പോയി എൻ്റെ പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും. അവൻ പറഞ്ഞു, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ, നീ പോയി ദൈവരാജ്യം പ്രസംഗിക്കുക. എന്താണ് നൽകുന്ന സൂചന? വലിയ പവർഫുള്ളായൊരു വചനമാണിത്. നീ ആദ്യം പോയി വചനം പറയണം. അവൻ പറയുക, ഞാൻ ആദ്യം പോയി പിതാവിനെ സംസ്കരിക്കാൻ അനുവദിച്ചാലും എൻ്റെ ജീവിതത്തിൽ ആദ്യം എന്താണ് വരുന്നത്? നിൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റിയിൽ എവിടെയാണ് ദൈവം ഇരിക്കുന്നത്? പിന്നെ വന്ന് ഞാൻ അനുഗമിക്കാം. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും ക്രിസ്തു പിന്നെ അനുഭവങ്ങളാണ്. പിന്നെ ആവട്ടെ, കുറച്ച് കഴിയട്ടെ, എത്രയോ തരം താഴ്ത്തലിലേക്ക് ക്രിസ്തുവിനെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരിക. ഇന്ന് നിൻ്റെ ജീവിതം മുഴുവൻ ക്രിസ്തു നൽകിയതാണെങ്കിൽ ക്രിസ്തുവിനെ ജീവിതത്തിൽ, നിൻ്റെ ഈ ജീവിതത്തിൽ കൊടുത്തിരിക്കുന്ന സ്ഥാനം എത്രമാത്രം താഴെയുള്ളതാണ് എന്ന്, എത്രമാത്രം പിന്നെ അനുഭവങ്ങളിൽ പെടുന്നതാണ് എന്ന് തിരിച്ചറിയണം. ഇവൻ പറയുകയാണ്, ആദ്യം പോയി എൻ്റെ പിതാവ്, എൻ്റെ ജീവിതത്തിൽ ആദ്യം എൻ്റെ പിതാവ്, പിന്നെയാണ് ക്രിസ്തു. ക്രിസ്തു പറയുക, മരിച്ചവർ തങ്ങളുടെ മരിച്ചവരെ സംസ്കരിക്കട്ടെ. നീ ആത്മീയ കാര്യങ്ങൾ ക്രിസ്തുവിന് വില കൊടുക്കുമ്പോൾ നീ ജീവനുള്ള വസ്തുക്കളെയാണ്, ജീവൻ അനുഭവങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. എന്നാൽ ക്രിസ്തു ഒഴിച്ച് ബാക്കിയുള്ള വിഷയങ്ങൾക്ക് നീ സ്ഥാനം കൊടുക്കുമ്പോൾ നീ മരണാനുഭവങ്ങൾ, കല്ലറ അനുഭവങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. ജീവൻ അനുഭവങ്ങളെ വേണോ, മൃതി അനുഭവങ്ങളെ കൈകാര്യം ചെയ്യണോ? ചോയ്സ് നിൻ്റേതാണ്. 1-ാം സ്ഥാനം ക്രിസ്തുവിന് കൊടുക്കുന്നവൻ ജീവനനുഭവങ്ങളെ കൈകാര്യം ചെയ്യും. ക്രിസ്തു പറയുക, നീ പോയി ആദ്യം ദൈവരാജ്യം പ്രസംഗിക്കുക, ദൈവത്തിന് വില കൊടുക്കുക, ബാക്കിയുള്ളതെല്ലാം നിനക്ക് നൽകപ്പെടും. ആമേൻ.